നേരായ ഒരു ദശ വഴി കാണിച്ചു കൊടുക്കുകയും ഇതാണ് ഇസ്ലാമിന്റെ മുഖം, അല്ലാതെ മറ്റൊന്നു അല്ല എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭാവന മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സത്യസന്ധമായി മനുഷ്യ സമൂഹത്തിന് ഗുണകരമായത് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യന് അവതരിപ്പിക്കപ്പെട്ടത് ഇന്ന ആവശ്യത്തിനാണ്. മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എങ്ങനെ ജീവിക്കണം, മനുഷ്യന്റെ ജീവിതത്തിന് എന്താണ് അർത്ഥം, ഈ അറിവുകളൊക്കെ, അതാണ് അറിവ് സമാധാനത്തിന് എന്ന് പറയുന്നത്. ഈ അറിവുകളൊക്കെ ഇല്ലാത്ത ഒരു മനുഷ്യന് ഒരിക്കലും തന്നെ സമാധാനമുണ്ടാവുകയില്ല. എന്തിനു വേണ്ടി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, ഞാൻ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, ഇതിനെക്കുറിച്ചൊന്നും ഒരു രൂപവുമില്ല എങ്കിൽ ജീവിതം തന്നെ സംഘർഷഭരിതമാവും, ജീവിതം തന്നെ എപ്പോഴും അസമാധാനമാവും. അതിന്റെ ബഹിസ്ഫുരണമാണ് മറ്റു പല പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അറിവ്, അത് സമാധാനത്തിന് എന്ന് പറയുന്ന മുദ്രാവാക്യം, ആ സ്ലോഗൻ, ഇന്ന് ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്ന ആ വിഷയം വളരെ പ്രധാനമാണ്. മറ്റൊരറിവും അത്രയൊന്നും സമാധാനത്തിനല്ല. സാങ്കേതിക വിദ്യകൾ അത്രയും താൽക്കാലികമായ നേട്ടങ്ങൾക്കാണ്. ഭൗതിക വിജ്ഞാനങ്ങളിൽ പലതും അതാണ്. മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരം മനുഷ്യന് ലഭ്യമാക്കുക, അർത്ഥവത്തായ രീതിയിൽ ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തെക്കുറിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, അങ്ങനെ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുഴുവൻ, ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുക, അതിന്റെ സ്വാധീനം ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളിലും ഉണ്ടാക്കുക. ഈ മഹത്തായ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി വിഭാഗം തീർച്ചയായും നാളെ ഈ മൂവ്മെന്റ് നിലനിർത്തതിന്റെ വലിയ വാഗ്ദാനമാണ്. അതുകൊണ്ട് തന്നെ അച്ചടക്കത്തോടുകൂടി ഇവിടെയിരിക്കുന്ന ഈ ചെറുപ്പക്കാർ, അതുപോലെ തന്നെ യുവാക്കളും യുവതികളുമൊക്കെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന തന്നെയാണ്. അവർ നാളെ വിജ്ഞാനത്തിന്റെ ദീപശിഖ ഉയർത്തിപ്പിടിക്കാനും നേരായി വഴിക്ക് നയിക്കാനുള്ള ലീഡേഴ്സാണ്. അള്ളാഹു ഈ പ്രവർത്തനങ്ങളിൽ വിജയം വരുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് MSMന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് കുവൈത്ത് ഔഖാഫ് മന്ത്രിയുടെ അഡ്വൈസറായ ജാസിം മുഹമ്മദ് ഫർഹാൻ. الآن يلقي كلمة التهنئة لهذا المؤتمر العظيم فضيلة الشيخ جاسر محمد الفرحان مستشار وزير الأوقاف والشؤون الإسلامية لدولة الكويت، فليتفضل مشكورا. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، الأخ الفاضل الشيخ عبد القادر زين العابدين الفاروقي الأمين العام لندوة المجاهدين، الأخ الفاضل الشيخ عبد الله كويا المدني رئيس ندوة المجاهدين، والأخ الفاضل صابر نواس بن محمد المدني رئيس منظمة الطلبة المجاهدين، الأخوة الحضور، أبنائي الطلبة والطالبات، أيها الحفل الكريم، بداية أنقل لكم تحيات إخوانكم من أهل الكويت، وتحية لكم أيضا من معالي المستشار راشد الحماد نائب رئيس مجلس الوزراء الكويتي للشؤون القانونية ووزير العدل ووزير الأوقاف والشؤون الإسلامية. وإنه لمن دواعي سروري أن أقف بين أيديكم وهذا الجمع المبارك
لهذا المؤتمر المتميز الذي نرجو من الله عز وجل أن يحفظ القائمين عليه. كذلك أشكر الحكومة الهندية التي سمحت لنا ولكم أيها الأخوة الأفاضل على القيام لهذا المؤتمر المتميز. لقد اطلعت بنفسي على ما تقوم به جمعية المجاهدين الدعوية بكيرلا من توفير المدارس والمساجد، وكذلك القيام على الدعوة خير قيام. ولقد زرت كيرلا سابقا قبل 30 سنة، وزرت خلالها مراكز كثيرة وجامعات، وقد زرتكم في هذا العام والعام الماضي أيضا، ورأيت أن جمعية المجاهدين هي خير الجمعيات. أسأل الله عز وجل أن يتمم عليكم وأن يحفظكم ويوفقكم، والسلام عليكم ورحمة الله وبركاته. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ ബഹുമാനനായ മുൻ MP അബ്ദുൽ വഹാബ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട പി അബ്ദുൽ ഖാദിർ മൗലവി, സാബിർ നവാസ്, അബ്ദുൽ ഖായ മദനി, വേദിയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷമുണ്ട് പരിപാടിയിൽ പങ്കെടുക്കുവാൻ. പരിപാടി മഗ്‌രിബിന് മുമ്പായിട്ട് ഈ പരിപാടി അവസാനിക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ വരുന്ന വഴി വരാൻ ഞാനും കുഞ്ഞാൽ സാഹിബ് വൈകിയത് റോഡിലെ പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നുള്ള തിരക്ക് മൂലമായിരുന്നു. അതാണ് ഇനി ഞങ്ങൾക്കൊക്കെ സംസാരിച്ചത്. ഇന്ത്യ എത്ര മനോഹരമാണ്. AP ഗ്രൂപ്പിന്റെ മീറ്റിംഗ് അവിടെ കാരന്തൂര്, ഇവിടെ ഈ മീറ്റിംഗ് ശബരിമലക്ക് അയ്യപ്പന്മാർ പോകുന്നു. ഇതൊക്കെ നടക്കുന്നത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇതിനൊക്കെ ഇവിടെ കാലാവസ്ഥ സൃഷ്ടിച്ചത്, ഇതിനുള്ളൊരു സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചത് ആരാണെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ പിതാക്കന്മാരെയും പിതാമഹന്മാരെയും ഒക്കെ ഓർമ്മ വരിക. ഇതൊന്നും സാധിക്കാത്ത ഇന്ത്യയിൽ തന്നെ മറ്റു സ്ഥലങ്ങൾ, ലോകത്തിലെ മറ്റു പല രാജ്യങ്ങൾ, അവർക്കൊക്കെ അത്ഭുതമായിക്കൊണ്ട് തന്നെ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത്ഭുതമായിക്കൊണ്ട് ഇത്രയും വലിയൊരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു സംഗമം ഇവിടെ നടന്നു കാണുമ്പം അത് അഭിമാനിക്കാൻ നമുക്കുണ്ട്. അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞ പോലെ വാപ്പപ്പാമാർ ചെയ്തോ ഒക്കെ അംഗീകരിക്കാന്നില്ല. അവർ നല്ല കാര്യങ്ങൾ ചെയ്ത് അംഗീകരിക്കണം. ചെയ്ത് തെറ്റുമല്ല ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനോ അല്ലെങ്കിൽ അതിന് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നല്ല കാര്യങ്ങളാണ് നമ്മുടെ നേതാക്കളൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നു. എല്ലാവർക്കും പ്രത്യേകിച്ച് സാബിർ നവാസ് നേതൃത്വത്തിലുള്ള MSM ടീമിന് അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സമ്മേളനത്തെ അഭിമുഖീകരിക്കാൻ ബഹുമാനനായ അബ്ദുൾ റബ്ബ് MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ AP അബ്ദുൽ ഖാദിർ മൗലവി, ആദരണീയനായ TP അബ്ദുൽ ഖായ മദനി സാഹിബ്, ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വഹാബ് സാഹിബ്, PMA സലാം, വേദിയിലുള്ള വിദേശത്തും നാട്ടിലുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, MSMന്റെ പ്രസിഡന്റ് ബഹുമാന്യനായ സാബിർ നവാസ്, അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ 4 പതിറ്റാണ്ടിലൂടെ MSM ഉണ്ടാക്കിയ ശക്തിയുടെയും കൂട്ടായ്മയുടെയും പ്രകടമായ തെളിവാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ലക്ഷക്കണക്കിനുള്ള വിദ്യാർത്ഥിനികൾ. ധാർമ്മിക രംഗത്ത് ക്യാമ്പസുകളിൽ നിഷേധിക്കപ്പെടാനാകാത്ത ഒരു ശക്തിയായി വളർന്നു വരുവാനും പുതിയ തലമുറക്ക്
സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട് രക്ഷിതാക്കളുടെയും സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ നാളത്തെ പ്രതീക്ഷകളായ വിദ്യാർത്ഥി സമൂഹത്തെ ഇന്ന് രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്തുകളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന് അവരെ മുക്തരാക്കി നാരായ വഴിയിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി MSM-ഉം മുജാഹിദ് പ്രസ്ഥാനവും നമ്മുടെ മറ്റ് പ്രസ്ഥാനങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ MSM ഈ 4 പതിറ്റാണ്ടിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ശക്തി, അതിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായും ഈ തലമുറയും വരാനിരിക്കുന്ന തലമുറയും അനുഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇവിടെ നടന്ന MSM-ന്റെ സമ്മേളനം എല്ലാം കൊണ്ടും, അതിൻ്റെ സംഘാടനത്തിലും അതിൻ്റെ വൈവിധ്യമാർന്ന സെഷനുകളിലും ഇപ്പോൾ നടക്കുന്ന സമാപന സമ്മേളനത്തിൻ്റെ നിറസാന്നിധ്യം കൊണ്ടുമെല്ലാം ശ്രദ്ധേയമായിരിക്കുകയാണ്. ബഹുമാന്യനായ സാബിർ നവാസിനും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും അംഗീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ സമ്മേളനത്തെ അഭിനന്ദനത്തിന് വേണ്ടി ബഹുമാനനായ അഡ്വക്കേറ്റ് PMA സലാം MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. വേദിയിലുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ബഹുമാന്യർ, കേരളീയ മുസ്ലിം സമൂഹത്തിൽ വിപ്ലവകരമായ നിരവധി മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇസ്ലാഹി പ്രസ്ഥാനം അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിലൂടെ ഇപ്പോൾ ഒരു പുതിയ സന്ദേശം ജനങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കുകയാണ്. അറിവ് സമാധാനത്തിന്. അറിവ് നേടാനാണ് പുതിയ തലമുറയെ രക്ഷിതാക്കൾ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസം നേടണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിർബന്ധമുണ്ട്. ഈ വിദ്യാഭ്യാസ വിഷയത്തിൽ കേരളീയ മുസ്ലിങ്ങൾക്ക് മഹത്തായ നേതൃത്വം നൽകിയത് ഇസ്ലാഹി പ്രസ്ഥാനം. വിദ്യാഭ്യാസ മേഖലയിലൂടെയാണ് ആദ്യമായി മുസ്ലിം നവോത്ഥാനം കേരളത്തിൽ കടന്നു വന്നത്. മഹാനായ KM സീതി സാഹിബും KM മൗലവി അവറുകളുമൊക്കെ വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യം കേരളത്തിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉയർന്നുവരവിന് കാരണമായത് നമുക്കറിയാം. ആ വിദ്യാഭ്യാസ മേഖലയിൽ പിടിച്ചുകൊണ്ട് തന്നെ വളർന്നു വരുന്ന പുതിയ തലമുറക്ക് വ്യക്തമായൊരു ദിശാബോധം നൽകുക എന്നതാണ് MSM ഏറ്റെടുത്തിരിക്കുന്ന മഹത്തായ ഉത്തരവാദിത്വം. വളർന്നു വരുന്ന തലമുറയിൽ നാം എന്തിന് അറിവ് നേടണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധമുണ്ടാക്കുകയാണ്. അറിവ് നേടുന്നത് തൊഴിൽ നേടാനാണ്. ആ തൊഴിൽ സാമ്പത്തിക ലാഭത്തിനാണ്, ഉപജീവനത്തിനാണ്. അപ്പോൾ പണമുണ്ടാക്കാനാണ് വിദ്യാഭ്യാസം എന്ന ഒരു നിലവാരത്തിലേക്ക് സമൂഹം കടന്നു പോകുമ്പോഴാണ് അറിവ് സമാധാനത്തിനാണ് എന്ന സന്ദേശവുമായി MSM വരുന്നത്. വളരെയേറെ സമൂഹത്തിൽ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഈ സന്ദേശവുമായി നമ്മൾ എത്തുന്നത്. അറിവ് ഉപജീവനത്തിന് വേണ്ടി മാത്രമല്ല, പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, അതിൻ്റെ മുഖ്യമായ ലക്ഷ്യം നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടാക്കുകയാണ്. ആ ലക്ഷ്യമാകട്ടെ ലോകത്ത് സമാധാനമുണ്ടാക്കുക, ശാന്തി ഉണ്ടാക്കുക. ആ ശാന്തിയും സമാധാനവും കൈവരുന്നത് ദൈവഭക്തിയിലൂടെയാണ്, ദൈവബോധത്തിലൂടെയാണ്. നമ്മുടെ അടിസ്ഥാന വിശ്വാസം അവിടെയാണ്. ആ വിശ്വാസം സുദൃഢമാക്കാനുള്ള യത്നത്തിന്റെ തുടക്കമെന്ന നിലക്ക് മഹാരഥന്മാരായ ഇസ്ലാഹി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലും പ്രാഗൽഭ്യത്തിലും MSM ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഈ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ MSM-ന് സാധിക്കുമാറാകട്ടെ. സർവശക്തൻ എല്ലാ അനുഗ്രഹങ്ങളും
തൗഫീക്കും ഇതിന് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.